ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും പരിചിതമായ ഒരു റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മൈ നെയിം ഈസ് ബീന. വെൽക്കം ടു മൈ വീഡിയോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ്. ഇത് നല്ലവണ്ണം തിക്കാണ്. അതുകൊണ്ട് ഞാൻ 3 കപ്പ് തൈരും 2 കപ്പ് വെള്ളവുമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനത് ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മളിപ്പോൾ കേരളത്തിലാണ്, നമുക്ക് ഗ്രീക്ക് യോഗട്ട് കിട്ടാനൊക്കെ പാടാണ്. അപ്പോൾ സാധാരണ ഹോൾ ഫാറ്റുള്ള തൈരെടുത്ത് നമുക്ക് മോരുകറി ഉണ്ടാക്കാവുന്നതാണ്. മോരുകറി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിന് ആവശ്യമായ കടുക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഉലുവ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 പച്ചമുളക് വേവ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കറിവേപ്പില, ഒരു സ്വല്പം സവാള, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 3 പീസ് ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, ഒരു കുറച്ച് മുളക് പൊടി ഞാൻ ചേർക്കും, ഒരു 1/4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, കായം ഒരു 1/2 ടീസ്പൂൺ. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം. ഇത് ഇപ്പൊ എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മോരുകറി പരുവത്തിനായിട്ടുണ്ട്. മോരുകറി നമ്മളിത് ആവശ്യത്തിന് ചൂടായോ എന്നറിയാനായിട്ട് നമ്മുടെ ഈ തവി ഒന്ന് പൊക്കി നോക്കുമ്പോൾ ഇങ്ങനെ ആവി പറക്കുന്നുണ്ടോ, അതാണ് അതിന്റെ കണക്ക്. ഒത്തിരി നേരം നമ്മൾ വെച്ചോണ്ടിരുന്നാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്ത് നമ്മുടെ ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ജീരകത്തിന്റെയും ഉലുവയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള മോരുകറിയാണ്. ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാവരും ജീരകം ചേർത്തോണം, മറന്നു പോരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കണം. അതുപോലെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.